എല്ലാവർക്കും നമസ്കാരം. ഞാനിതാ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വറുത്ത കായാണ് നമ്മളെ ചിപ്സ്. അതല്ലേ പറയാം ചിപ്സ്, നമ്മൾ വറുത്ത കായ് എന്ന് പറയും. ഓണത്തിനെല്ലാം ഈ പറയുന്ന അതിൻ്റെ നുറുക്ക് ഉണ്ടാവും, ശർക്കര ഉപ്പേരി അതിൻ്റെ നുറുക്കെല്ലാം ഉണ്ടാവില്ലേ. പക്ഷേ വറുത്ത കായ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. പക്ഷേ നമ്മളത് ശ്രമിക്കൂല. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പച്ചക്കായ് വാങ്ങിയിട്ട് വറുത്ത കായൽ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ നടക്കാത്ത കാര്യമാണ്. എന്താ വെച്ചാൽ പച്ചക്കായ്ക്കും നേന്ത്രപ്പഴത്തിനെല്ലാം ഇപ്പം അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ല, അമ്മാതിരി വിലയാണ്. കിലോന് എത്രയോ 85 അങ്ങനെയായിട്ടാണ് തോന്നുന്നത് നേന്ത്രപ്പഴത്തിനെല്ലാം ഉള്ളത്. പക്ഷേ എനിക്കിതൊരു കൊല കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പണിയെല്ലാം എടുത്ത് വെക്കുന്നത്. അതിൻ്റെ പച്ചക്കായൻ്റെ കറിയും എല്ലാം ഇങ്ങനെ എല്ലാ ദിവസവും പുഴുക്കും കറിയും ഇങ്ങനെ കൂട്ടി അതിനെക്കൊണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ. അതുമാത്രമല്ല, ശനിയും ഞായറെല്ലാം ആകുമ്പോൾ മോയം വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ വേണ്ടി വരും. ചോറെല്ലാം തിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കറുമുറുവ് പറയുന്ന എന്തെങ്കിലും ഇങ്ങനെ തിന്ന് എപ്പോൾ വേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ചു നാളെ ഞായറാഴ്ച അല്ലേ, നാളേക്ക് എന്തെങ്കിലും ഒന്ന് ആക്കി വെക്കാലോ എന്നുള്ള ഇല്ലാന്നിപ്പോൾ 2-3 പച്ചക്കായ എടുത്തിട്ട് ഒരു വറുത്തക്കായ് വറുത്ത് നോക്കാമെന്നുള്ളത് വിചാരിച്ചത്. അത് എത്രത്തോളം വിജയിക്കുന്നൊന്നും എനിക്കറിയില്ല. ഫസ്റ്റിൽ എൻ്റെ ഒരു പരീക്ഷണം മാത്രമാണ്. ഞാനീ പറഞ്ഞ പോലെ ഈ കായ ഇറക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ തോട് ഞാൻ എടുത്ത് മാറ്റി വെക്കും. അതിനെക്കൊണ്ട് എനിക്ക് നാളേക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കണം. നല്ലതല്ലേ, വളം ഇടാണ്ടെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന പച്ചക്കായൻ്റെ തോടും ഒന്നും കളയാൻ നമുക്ക് തോന്നില്ല. എല്ലാം നമ്മളെ ശരീരത്തിന് നല്ല സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ തോല് കൊണ്ട് ഞാൻ നാളെ എന്ത് ചെയ്യും, ഉപ്പേരി ഉണ്ടാക്കും. ഇതിൽ പറഞ്ഞ പോലെ കത്തി കൊണ്ട് നമുക്ക് വേഗം കീറിയിട്ട് ഇങ്ങെടുക്കാം. പക്ഷേ എങ്കിൽ കായ് മുറിഞ്ഞു പോവില്ലേ, വട്ടത്തിൽ തന്നെ കിട്ടണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പണിയെടുത്തിട്ട് ഇത്ര റിസ്ക് എടുത്തിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് കഴിയും പൊളിച്ചിങ്ങെടുക്കുക. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. എന്തും നമുക്ക് അറിഞ്ഞുകൂടാന്നും പറഞ്ഞിരിക്കുന്നതിനേക്കാളും നല്ല ഒന്ന് ശ്രമിച്ച് നോക്കുന്നതാണ്. നന്നായാലും നന്നായിട്ടില്ലെങ്കിൽ നമ്മൾ ആരും ചീത്ത പറയാനൊന്നും പോകുന്നില്ലല്ലോ. നന്നായാലും നമുക്ക് തിന്നാം, നന്നില്ലെങ്കിൽ നമ്മൾ എണ്ണയും പോയി പച്ചക്കായും പോയി സാധനങ്ങൾ അതെന്തായിക്കോട്ടെ. ഇതിൻ്റെ വറുത്തതിൻ്റെ മാത്രമല്ല, എന്തും അങ്ങനെ തന്നെയാണ്. നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുക. അങ്ങനെയല്ലേ നമ്മളെല്ലാം ഓരോന്ന് പഠിക്കുക. അല്ലാണ്ട് നമുക്കിപ്പോൾ ആരും അങ്ങനെ പഠിപ്പിച്ച് തരുമൊന്നും ഇല്ലല്ലോ. നമ്മൾ തന്നെ സ്വയം പഠിക്കുക, ഓരോന്നോരോന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വലിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടാവണേ. എണ്ണ ചൂടായിട്ടില്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ, ഒരു കറുമുറു പറയാത്ത മാതിരി ആയിപ്പോവും. അപ്പം നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് വെച്ച പച്ചക്കായ് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഈ പറഞ്ഞ പോലെ ഇത് ഞാൻ അത് പറയാൻ വിട്ടുപോയതാണ്. 2 പ്രാവശ്യം ഞാൻ കഞ്ഞിവെള്ളത്തിൽ കഴുകിയിട്ട് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വെച്ച കായാണ്. അപ്പടി മുറിച്ചിട്ടിട്ട് എണ്ണേൻ്റെ അകത്ത് ഇട്ടതല്ല. ഞാൻ കഞ്ഞിവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനു. പിന്നെ കഞ്ഞിവെള്ളത്തിൽ ഇടുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ പച്ചക്കായൻ്റെ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഒന്ന് വറുത്ത് എടുക്കട്ടെ. എൻ്റെ അമ്മക്ക് ഈ ഒരു പണി ഉണ്ടായിരുന്നു, വറുത്തകായ് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന നല്ല. അത് ഈ പറഞ്ഞ പോലെ ഓയിലിൻ്റെ അകത്തൊന്നുമല്ല, സാധാ പച്ച ശുദ്ധമായ വെളിച്ചെണ്ണൻ്റെ അകത്ത് വറുത്തിട്ട് അമ്മ കുടുംബശ്രീക്കാർ കുറച്ചാൾ കൂടിയിട്ട് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതില്ല, ഒക്കാത്ത കൊണ്ട് ഇല്ല. അപ്പോൾ എൻ്റെ അടിപൊളിയായിട്ടുള്ള വറുത്തകായ് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്, വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കേട്ടോ, നല്ലോണം നന്നായിട്ടുണ്ട്. ഞാനത് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം എണ്ണയിൽ നിന്ന് എടുക്കാൻ കുറച്ച് സമയം ഇതായിപ്പോയി. അതുകൊണ്ടാണ് ചെറിയൊരു ഇതുപോലെ വന്നത്. എന്നാലും നല്ല കുറച്ച് മഞ്ഞ ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ട. തക്കാളി നുറുക്കും കപ്പേൻ്റെ വറുത്തതെല്ലാം അങ്ങാടിയിൽ നിന്ന് വാങ്ങി തിന്നുന്നതിനേക്കാൾ നല്ലത് നമുക്കാകുന്ന പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്ക് കൊടുക്കുക. സാധനവും വേണേ, സാധനം ഇല്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല. സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. ഞാനിത് എന്തായാലും ഈ വറുത്ത് വെച്ചതുണ്ടല്ലോ, നമ്മളൊന്ന് എന്തായാലും രുചിച്ച് നോക്കണ്ടേ. എൻ്റെ മോന് ഇത് ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ മക്കൾക്കെല്ലാം ഇഷ്ടമാണ്, പക്ഷേ മറ്റേവരൊന്നും ഇവിടെ ഇല്ല. ഇപ്പം ഇവ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നല്ല ചൂടുണ്ട്, എടുക്കാനും തൊടുകാനും ഒന്നിനും ആവില്ല. എണ്ണയിൽ നിന്ന് ഇപ്പം കോരിയ പാടല്ലേ. അപ്പോൾ എന്തായാലും ഒന്നെടുത്തിട്ട് കഴിച്ച് നോക്കാം. പല്ല് പോകും, അതുകൊണ്ട് പേടിയാണ്. ചൂടുള്ള കഴിച്ചാൽ കടിച്ച് കഴിഞ്ഞാൽ പല്ല് അപ്പോഴെ അതിൻ്റെ പരിപ്പളായി പോകും. അപ്പോൾ നല്ല, പക്ഷേ ഞങ്ങളില്ലേ, ഞാൻ കഴിച്ച് നോക്കുമ്പോൾ നല്ല കറുവ് മുറു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ കൂട്ടുക. എല്ലാ ദിവസവും ഞാൻ മാക്സിമം നോക്കിയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.